അമ്മ കഴിച്ചൂലമ്മ അരി. അപ്പൊ ആ ചോറ് തിളപ്പിച്ചു വെച്ചില്ല, വെള്ളം ഒഴിച്ച് വെക്കായിരുന്നില്ലെന്നാ. ഹായ്. ഞാൻ ഒരു 2 ദിവസം ഗ്യാപ്പ് വന്നു കേട്ടോ. പനിയൊക്കെ പിടിച്ചിട്ടേ ഒരു ഇതായി. ഞാൻ ഒന്ന് എണീച്ചിട്ടുള്ളൂ. ആദ്യം ഫസ്റ്റ് അമ്മയ്ക്കാട്ടോ പനി വന്നത്. പനി വന്ന് നോക്കുമ്പോൾ എൻ്റെ സൗണ്ടൊന്നും ക്ലിയർ ആയിട്ടില്ല. തൊണ്ടവേദന എപ്പോഴും ഉണ്ട്, പിന്നെ നാവിലൊക്കെ പുണ്ണ്, പിന്നെ എനിക്ക് ഇവിടുത്തെ ഒരു പല്ലുവേദന. കഴിഞ്ഞ് നമ്മുടെ വീഡിയോസിലൊക്കെ നമ്മൾ പറയാറില്ലേ പല്ലുവേദന. പല്ല് ഇവിടെ പല്ല് പറ്റങ്ങോട്ട് പോയിരിക്കണം കേട്ടോ, പറിച്ചിട്ടില്ല. അപ്പം ആ പല്ലിൻ്റെ ഗ്യാപ്പിലേക്ക് ദശ ഇറങ്ങിയിട്ട് മേൽപ്പല്ല് മുട്ടിയിട്ട് ഇവിടെ ഇത് നമ്മുടെ ഈ കവളത്ത്, എനിക്ക് ഈ കവിള് കൂടുതലുള്ളതുകൊണ്ട് ഈ ദശ അടുത്തുള്ള പല്ല് കൂടി കൂട്ടി മുട്ടിയിട്ട് ഇങ്ങോട്ട് നമ്മളങ്ങനെ ചെത്തി ഇറക്കിയ പോലെ അങ്ങനെ ദശ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുക. അവിടെ ഒരു മുറി, പിന്നെ നാവിൽ പുണ്ണും, എനിക്ക് തൊണ്ടവേദനയും, പിന്നെ കഴുത്തിൽ ഇവിടെ ഉള്ള ഈ ഒരു മോഴയുടെ ഒരു ഇതും ഇറിറ്റേഷനും എല്ലാം കൂടിയായിട്ട് എനിക്ക് തീരെ വയ്യ. പനി ഇന്നലെ ഞാൻ തലയൊക്കെ നനച്ച് ഇന്നലെ കുളിക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും എന്തിനു പറയണു, എനിക്ക് കുളിര് ഒക്കെ കയറാൻ തുടങ്ങി വീണ്ടും. അപ്പോൾ പനി പോയിട്ടില്ല എന്ന് തോന്നണുള്ളൂന്ന്. അപ്പോൾ ഞാൻ പിന്നെ ഇന്നലെ തലാനിച്ചുള്ള കുളിയാണ് ഇന്നലെ ഒഴിവാക്കിട്ടോ. അപ്പം ഇന്നിപ്പോൾ രാവിലെ അമ്മ എണീച്ച് അവിടെ ബാത്റൂമൊക്കെ നനയ്ക്കാണ്ടായിരുന്നു, നനച്ചു. ഇനിയിപ്പോൾ എന്തായാലും എൻ്റെ മുട്ടൊന്നും തട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ഞായറാഴ്ച ഉണ്ടാവുള്ളൂ, ഇനി അതൊക്കെ ഇളയച്ചൻ വന്നിട്ട്. അപ്പം ഇന്ന് ഞാൻ വീഡിയോ എടുക്കാനൊക്കെ ഒന്ന് വിചാരിച്ചിട്ടോ. പനി പിടിച്ചിട്ട് ആകെ തീരെ എണീക്കാൻ വയ്യ, ആകെ കിടപ്പിലായിരുന്നു. എനിക്കും അമ്മയ്ക്ക് ഫസ്റ്റ് വന്നു, അതിന് എനിക്ക് കുട്ടിക്ക് പിന്നെ എപ്പോഴും ഉണ്ട്. അപ്പോൾ അവൾക്ക് പനി വരുമ്പോൾ ഞാൻ കുറേശ്ശെ മരുന്ന് ഇവിടെ സ്റ്റോക്കുള്ളതുകൊണ്ട് നമുക്ക് അവൾക്ക് ഇങ്ങനെ കൊടുക്കും കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം അവൾക്ക് ലൂസ് മോഷൻ കാര്യങ്ങളായി, അതിന് പോയി. അപ്പം ഞാൻ കുറച്ച് മരുന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പനിയുടെ മരുന്ന്. അപ്പം ഞാൻ റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടറോട് പറഞ്ഞു കേട്ടോ. ഡോസ് കുറഞ്ഞ പനിയുടെ മരുന്ന് സാറോട് പറഞ്ഞു മേടിച്ചു കൊടുന്നു. കാരണം ഈ ഒരു കാലാവസ്ഥയ്ക്ക് ഒന്നാമത് ഇവിടെ മഞ്ഞ് കൂടുതലാണ്. കാരണം നമുക്ക് ഈ മലഞ്ചെരിവായതുകൊണ്ട് നല്ല മഞ്ഞും തണുപ്പും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവക്കുള്ള മരുന്ന് ഞാൻ സ്റ്റോക്ക് ചെയ്യിക്കുന്നത്. അപ്പോൾ അമ്മ ചായയുടെയൊക്കെ കഴിഞ്ഞു, രാവിലെ അരിയൊക്കെ അടുപ്പത്തിട്ട് നനയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഉണ്ടായി, ചുമര് നനയ്ക്കണ സമയത്ത് തലയിലൊന്നും തുണിയൊന്നും ഇട്ടില്ല. എനിക്ക് അങ്ങനെ ആ വെള്ളം തെറിച്ചിട്ട് തലയിൽ തെറിച്ചിട്ടൊക്കെ വെള്ളം നിന്നിട്ടൊക്കെ അങ്ങനെ തണുപ്പ് ഇറങ്ങിയിട്ടും നീരിറങ്ങിയിട്ട് അങ്ങനെ എനിക്ക് പനി പിടിച്ച്. അപ്പം അതൊക്കെയാണ് നമുക്ക് അവിടെ വിശേഷം. 2 ദിവസമായിട്ട് എണ്ണീക്കാൻ വയ്യായിരുന്നു. അങ്ങനെ രാജേട്ടനും വയ്യ. രാജേട്ടന് എന്താ പറയുക, മൂത്രച്ചൂടും മൂത്രത്തിൽ കല്ലൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു ഇതില്ല. അപ്പം ഒന്ന് ഡോക്ടറെ കാണാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. സ്കാൻ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സർവം പനിമയാണ് മൊത്തത്തിൽ. ഞാൻ ചായ ഒന്നും കുടിച്ചില്ല. കുഞ്ഞാറ്റ രാവിലെ കളിയാണ് പറഞ്ഞിട്ട് അങ്ങോട്ട് മേമയുടെ വീട്ടിലേക്ക് പോയിട്ടോ. ഇന്നിപ്പോൾ ഞാൻ പോയി നോക്കുമ്പോൾ അവിടെ കളിക്കുകയാണ്. അപ്പം ഞാൻ ചായ കുടിക്കട്ടെ വെച്ചിട്ട് ചായ കുടിക്കട്ടെ എന്നിട്ട് കാണാം. ഇന്ന് കടി എന്ന് പറയണത് ഞാൻ കടി കാണിച്ചു തരാം കേട്ടോ. ഇഡ്ഡലി ഉണ്ട്, പിന്നെ ഗോതമ്പ് ദോശ ഉണ്ട്. ഗോതമ്പ് ദോശ കുഞ്ഞാറ്റയ്ക്ക് ഉണ്ടാക്കിയതാട്ടോ. കൈയൊക്കെ നമുക്ക് മുളിഞ്ഞിട്ട് എനിക്ക് കാറ്റും. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കഴിക്കട്ടെ. പിന്നെ മീൻ കറി ഉണ്ട് കേട്ടോ. ഇന്നലെ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അമ്മ തച്ചമ്പാറയ്ക്ക് പോയപ്പോൾ കേട്ടോ. അപ്പോൾ മീൻ കറിയൊക്കെ കൂട്ടിയിട്ടാണെന്ന് കഴിക്കണത്. ഇന്നലെ അപ്പോൾ അമ്മ ചെമ്പല്ലി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചെമ്പല്ലി കറി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച്, പിന്നെ കുറച്ച് വറക്കും ചെയ്തു. കുഞ്ഞാറ്റാണെങ്കിൽ മീനില്ലാതെ കഴിക്കണില്ല കേട്ടോ. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു എന്ന് പറയുന്ന, അമ്മ തച്ചമ്പാറയ്ക്ക് പോകേണ്ട ആവശ്യമാണ്, ഒന്ന് കറണ്ട് ബില്ലൊക്കെ അടയ്ക്കാൻ. അപ്പോൾ കറണ്ട് ബില്ലൊക്കെ അടച്ചിട്ട് വരുമ്പോൾ അമ്മ കുറച്ച് മീൻ മേടിച്ചിട്ട് വന്നു. അപ്പം ഇന്നലെ അത് കറി വെച്ചു. നമുക്ക് തന്നെ ഒന്നും വായിക്കൊന്നും ഒരു ടേസ്റ്റ് ഇല്ല കേട്ടോ. ഭയങ്കര എന്താ പറയുക, കഞ്ഞി പോലും കുടിക്കാൻ പറ്റുന്നില്ല നമ്മൾ വിശപ്പിന്. അപ്പം പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചല്ലേ പറ്റുള്ളൂ. ഞാൻ കുഞ്ഞാറ്റേനെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞു കേട്ടോ. അവളെ കുറേ ദിവസമായി തല നനച്ച് കുളിപ്പിച്ചിട്ട്. അപ്പോൾ ഇന്നലെ വറുത്ത മീനുണ്ട്. അപ്പം അതൊന്ന് ചൂടാക്കിയിട്ടേ, കുറച്ചുകൂടി എണ്ണയൊക്കെ ഒഴിച്ച് ചൂടാക്കിയിട്ട് കുഞ്ഞാറ്റയ്ക്ക് കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ടേ, ചോറ് കൊടുക്കാലോ വെച്ചിട്ട് ചൂടാക്കുക കേട്ടോ.
അവളൊന്ന് തൊട്ടിയിലിട്ടിട്ടന്ന് ആട്ടി അവൾക്ക് ഉറങ്ങണം പറഞ്ഞിട്ട് അവളുണ്ട് ഉറങ്ങണ്. കുളി കഴിഞ്ഞപ്പോ മാമു വേണോ ചോദിച്ചു. അപ്പൊ വേണോ ചോദിച്ചപ്പോ വേണ്ട പറഞ്ഞോള്. അപ്പൊ പിന്നെ ഉറങ്ങണില്ല അവള്. അപ്പൊ എന്നാ ചൂടാക്കിയിട്ട് മീന് ചൂടാക്കിയിട്ട് ചോറ് കൊടുക്കാലോ വെച്ചിട്ടേ നമ്മുടെ മീൻ ഇന്നലെ വറുത്ത് വെച്ചതാട്ടോ. ഞങ്ങളൊക്കെ ഓരോന്ന് എടുത്ത് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അവക്കായിട്ട് ഞാൻ സ്റ്റോക്ക് വയ്ക്കാം കേട്ടോ. ഒന്ന് ചൂടാക്കട്ടെ. ഉണ്ടെങ്കിൽ അവളെന്തെങ്കിലും കഴിക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അവളിങ്ങനെ വാശി പിടിക്കും. ഒന്നും കഴിക്കില്ല പാവം കുട്ടി. ആദ്യം മാമു തരാ കഞ്ഞീമ്പൂ തരാന്ന് പറഞ്ഞാല് നീ ഉണ്ടോ ചോദിക്കോള്. അമ്മ എന്നാ പാവ അരക്കരൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വന്നിരിക്കുന്നുണ്ട്. അമ്മയ്ക്കും വയ്യ, അമ്മയ്ക്കും ക്ഷീണവും. ഇന്നലെ അവളിപ്പോ 2-3-4 ദിവസമായിട്ട് അമ്മയുടെ അടുത്ത് തന്നെ കിടക്കണം കുഞ്ഞാറ്റേ. അപ്പൊ ഇന്നലെ എന്താന്നറിയില്ല കിടക്കേക്കിടയൊക്കെ ബെഡ് കൂടെയൊക്കെ ചീച്ചി ഒഴിച്ച് വെച്ചിക്കണം. അപ്പൊ ഇനി അമ്മ ബെഡ്ഷീറ്റും പുതപ്പുകളും ഒക്കെ പാവം കൊണ്ടുപോയി അലക്കിയിട്ടിട്ടുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് കിടക്കുന്നില്ല. സ്നേഹി ഇപ്പൊ ഞങ്ങൾ അധികം യൂസ് ചെയ്യണില്ല കേട്ടോ. കിടക്കുമ്പോ അവളെ ചീച്ചി ഒഴിച്ചിട്ട് തന്നെ കിടത്തിയത്. പക്ഷെ അവള് വെള്ളം കുടിച്ചിട്ടൊക്കെ നല്ല വെള്ളം കുടിക്കൊക്കെ ചെയ്യുന്നുണ്ട്. സമാധാനം എന്തെങ്കിലും മൂത്രച്ചൂടും ഉണ്ടാവില്ലല്ലോ. ഓ മാമു തരാം കേട്ടോ. മാമു ചോദിക്കുന്നുണ്ട്. ചോദിക്കുമ്പോ കൊടുത്ത പിന്നെ അവളെന്താ പറയാ കഴിക്കും. പിന്നെ അല്ലെങ്കിൽ നമുക്ക് പണിയായിരിക്കും അവളും വാശി പിടിച്ചോണ്ടേ ഇരിക്കും. ഞാനിപ്പോ ഇവിടെ ഒരു റിങ് വെച്ചിട്ടുണ്ടായിരുന്നു. പാത്രമൊക്കെ ഇറക്കിയിരിക്കുന്നത് കാണാല്ല. എന്ത് സാധനം വെച്ചാലും ചിലപ്പോ നമുക്ക് മണ്ണിന്റെ മുമ്പ് തന്നെ ഉണ്ടാവും. പക്ഷെ നമുക്ക് കാണൂല്ല. അരണ തിരിയും പോലെ തിരിയേണ്ടി വരും പാട്ടത്തിൽ. എന്താണ് ചിലപ്പോ ഓർമ്മയുണ്ടാവില്ല കേട്ടോ. സാധനം കണ്ണിന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മള് വേറെന്തോ ആലോചിച്ചിട്ടായിരിക്കും അരച്ചല്. ഇന്ന് ഇവിടെ ഇറക്കി വെച്ചിട്ടാണ്. അപ്പൊ ചോറ് നോക്കട്ടെ. ചോറ് അമ്മ അങ്ങനെ വാർത്ത് വെച്ചിട്ടേ എപ്പോഴും കഞ്ഞി കൊടുത്ത് ശീലായിട്ടേ കഞ്ഞീന്നൊന്ന് മാറ്റി പിടിക്കാലോ വെച്ചിട്ട്. കഞ്ഞി കുടിച്ച പിന്നെ കുട്ടികൾക്ക് അതന്നെയാണ് ശീലാവും. ഓ ചോറ് കൊടുക്കട്ടെ. ചോറ് കൊടുത്ത് ശീലിച്ചാലേ അല്ലെങ്കിൽ കഞ്ഞി തന്നെ കുടിക്കുള്ളൂ. ഇപ്പൊ 2-3-4 ദിവസമായിട്ട് ചോറ് ഉണ്ണുന്നുണ്ട്. അപ്പൊ അങ്ങനെ കൊടുക്കാം. അപ്പൊ തരാട്ടോ. കൊടുക്കട്ടെ കേട്ടോ. ഭക്ഷണം കൊടുക്കട്ടെ. എന്നിട്ട് കാണാട്ടോ. ഒന്നുമില്ല പറയാ. ഞാൻ മേലൊക്കെ ഒന്ന് കുളിച്ചിട്ട് വന്നിട്ടോ. എന്താ തൊണ്ട ഇവിടെ ഈ ഭാഗം അങ്ങനെ ഇവിടെയൊക്കെ അങ്ങനെ വേദനിക്കട്ടെ. എന്താ അറിയില്ല, ഒരു രക്ഷയില്ല. അപ്പം എന്നാലും വേണ്ടില്ല. മേലൊക്കെ ഒന്ന് കുളിച്ചിട്ട് വന്നു. ഇനിയിപ്പോൾ എന്താ പറയുക, തിരുവാതിരയ്ക്ക് കൊണ്ടുവന്ന കുറച്ച് കൂവപ്പൊടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കൂവ വരകാലം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ തേങ്ങ ഇവിടെ കൊത്തി കൊടുക്കുന്നുണ്ട്, കൊത്തി അരിയാൻ വേണ്ടിയിട്ടേ. അതൊക്കെ പൊടിയും ശർക്കരയൊക്കെ ഞാൻ ഉരുക്കിയിട്ട് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതും കൂടിയുള്ളൂ ആവേണ്ടത്. അപ്പോൾ അതുകൂടി ആയാൽ ഒന്ന് വരകണം. തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് അടുപ്പത്ത് വേവിച്ചെടുക്കണം. ഇങ്ങോട്ട് വായോ. ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെ ഇളക്കി കൊടുക്കണ്ടേ. ഗ്യാസ് കത്തിച്ചിട്ട് അടുപ്പത്ത് വെക്കട്ടെ കേട്ടോ. കുഞ്ഞാറ്റ അവിടെ കളിക്കുന്നുണ്ട്. മധുരമൊക്കെ ഞാൻ കമ്മിയാക്കിയിട്ട് ഇട്ട് കേട്ടോ. തീ കത്തിക്കട്ടെ.